2025 ജൂൺ സെഷനിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ നേരത്തെ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ 2025 ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഇതിലുള്ള 17ാമത്തെ ക്വസ്റ്റ്യനാണ് നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 16 വരെയാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ 17ലേക്ക് നമുക്ക് കിടക്കാം. സ്കിൽസ് ടു ഫേസ് ജോബ് ഇൻ്റർവ്യൂസ് ആൻഡ് ഗെറ്റിംഗ് എംപ്ലോയിഡ് ആർ പാർട്ട് ഓഫ്. ഒരാൾക്ക് ജോബ് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനും അതുപോലെ ജോലി കിട്ടാനും ആവശ്യമായ ഒരു സ്കില്ല്, ആ സ്കില്ല് താഴെ പറയുന്ന സ്കില്ലിൽ ഏതാണെന്നാണ് ചോദ്യം. അതിൽ ഒന്നാണ് ടീച്ചിങ് സ്കില്ല്, അടുത്തത് സോഫ്റ്റ് സ്കില്ല്, പിന്നെ ലേണിംഗ് സ്കില്ല്, മറ്റൊന്ന് മാനിപ്പുലേഷൻ സ്കില്ല്. ഇത് ഓരോന്നും എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ആർക്കെങ്കിലും ആൻസർ പറയാൻ കഴിയുമോ? ഇതിൽ ആൻസർ ഏതാണെന്നുള്ളത്? ഒരാൾക്ക് ജോബ് കിട്ടാൻ വേണ്ടി ജോബ് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനും എംപ്ലോയിഡ് ജോലി കിട്ടാനും വേണ്ടിയിട്ട് ആവശ്യമായ സ്കില്ല് ഏതാണ്? ടീച്ചിങ് സ്കില്ല് ആവശ്യമാണോ? ഏതാണ്? 2. ഓക്കെ, 2 സോഫ്റ്റ് സ്കില്ലാണ് ആൻസർ. നമുക്ക് ഒരാൾക്ക് ഒരാളുടെ പ്രൊഫഷണൽ എൻവയോൺമെൻറ്റിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ മുന്നോട്ട് പോകാനുള്ള എബിലിറ്റീസിന് സോഫ്റ്റ് സ്കില്ല് എന്നാണ് പറയാം. ജനറലി ഒരു വ്യക്തിക്ക് ഒരുപാട് സ്കില്ല് ആവശ്യമാണ്. ടെക്നിക്കൽ നോൺ ടെക്നിക്കൽ സ്കിൽസ് ആവശ്യമാണ്. ഇതുണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ജോലിയിലും നമ്മളെ ലൈഫിലും എന്ത് ചെയ്യാൻ പറ്റും, മുന്നേറാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ആവശ്യമായ പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണിത് സോഫ്റ്റ് സ്കില്ല് എന്ന് പറഞ്ഞാൽ. സോഫ്റ്റ് സ്കില്ല് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് നോക്കാം. സോഫ്റ്റ് സ്കില്ല് സോഫ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞാൽ ഇത് ഒരു നോൺ ടെക്നിക്കൽ സ്കില്ലാണ്. ഇത് സാധാരണ നമുക്ക് ഒരു പ്രൊഫഷണൽ എൻവയോൺമെൻറ്റിൽ, അതായത് ഒരു തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് എങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, എങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യും എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സ്കില്ലാണെന്ത് ഈ സോഫ്റ്റ് സ്കില്ല് എന്ന് പറഞ്ഞാൽ. ഇതിലൊരുപാട് സ്കില്ലുകളുണ്ട്. ഫോർ എക്സാമ്പിൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഒരു ഐഡിയ പ്രോപ്പറായിട്ട് എക്സ്പ്രസ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻ്റർവ്യൂവർ എന്താണോ പറയുന്നത്, അതായത് നമ്മളോട് നിർദ്ദേശങ്ങൾ തരാൻ പോകുന്ന വ്യക്തി എങ്ങനെയാണ് നിർദ്ദേശങ്ങൾ തരുന്നത്, എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്, അത് വ്യക്തമായി മനസ്സിലാക്കാനും അതിനനുസരിച്ച് നമ്മുടെ ആശയങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവ്, അത് സോഫ്റ്റ് സ്കില്ലിൽ പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ്. മറ്റൊന്നാണ് ബോഡി ലാംഗ്വേജ്. നമുക്ക് ഒരു പ്രൊഫഷണൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള പ്രൊഫഷണൽ പോസ്റ്റർ ഉണ്ടാവും. നമ്മൾ തോന്നിയ പോലെ ഇരിക്കാനൊന്നും പാടില്ല. അതിനനുസരിച്ച് എന്തുണ്ടാവും, ഒരു പ്രൊഫഷണലായിട്ട് രീതിയിൽ നിവർന്നിരുന്നിട്ട് സംസാരിക്കണം, ഐ കോണ്ടാക്റ്റ് വേണം. അപ്പോൾ ഒരു പ്രൊഫഷണൽ ബോഡി ലാംഗ്വേജ് സോഫ്റ്റ് സ്കില്ലിൻ്റെ ഭാഗമാണ്. അടുത്താണ് പ്രോബ്ലം സോൾവിങ് എബിലിറ്റി. എങ്ങനെ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രിയിലെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലെ പ്രശ്നങ്ങൾ പ്രോപ്പറായിട്ട് സോൾവ് ചെയ്യും, നമ്മുടെ അപ്രോച്ചസ് എന്താണ്, ഇത് പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്കൊരു ഒരു പ്രൊഫഷണൽ എൻവയോൺമെൻറ്റിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരാൾക്ക് ബോഡി ലാംഗ്വേജ്, കമ്മ്യൂണിക്കേഷൻ, പ്രോബ്ലം സോൾവിങ്, പിന്നെ വരുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസ്. എങ്ങനെ ഒരാൾക്ക് അയാളുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ,
അയാളെ എംപ്ലോയറുമായിട്ട് റാപ്പോ ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സോഫ്റ്റ് സ്കില്ലിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ജനറലി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇൻ്റർവ്യൂവിൽ മെയിനായിട്ട് ഈ സ്കിൽസൊക്കെയാണ് എന്ത് ചെയ്യുക, അവർ പരിശോധിക്കുക. ഒന്ന് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഓക്കെ ആണോ എന്ന് മനസ്സിലാക്കും, ബോഡി ലാംഗ്വേജ് ഓക്കെ ആണോ എന്ന് മനസ്സിലാക്കും, പിന്നെ അവിടെ പ്രോബ്ലം സോൾവിങ് സ്കില്ലുണ്ടോ എന്ന് നോക്കും, ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ടോ എന്ന് നോക്കും. ഇതൊക്കെയാണ് സോഫ്റ്റ് സ്കില്ലിൽ വരുന്നത്. ഇതൊക്കെയാണ് ശരിക്കും ഇൻ്റർവ്യൂവിൽ പരിശോധിക്കുന്നത്. പിന്നെ നമുക്ക് ചോദ്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പിന്നെ 3 സ്കില്ല് കൂടെ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ, ടീച്ചിങ് സ്കില്ല്, ലേണിംഗ് സ്കില്ല്, അതുപോലെ മാനിപ്പുലേഷൻ സ്കില്ല്. ടീച്ചിങ് സ്കില്ല് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്ക്, അത് ഒരാൾക്ക് ഒരു വ്യക്തിക്ക് തൻ്റെ ആശയം തൻ്റെ സ്റ്റുഡൻസിന് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന സ്കില്ലിനാണ് എന്താ പറയുക, ടീച്ചിങ് സ്കില്ല് എന്ന് പറയാം. അത് ഒരു അധ്യാപകൻ എന്ന നിലയിൽ ആ സ്കില്ല് ഉണ്ടായിക്കോണമെന്നുണ്ടോ, മറ്റ് അക്കാദമിക് മേഖലയിൽ മറ്റ് ജോലികളിലൊന്നും ഇങ്ങനെയില്ല, ടീച്ചിങ് സ്കില്ലിൻ്റെ ആവശ്യമില്ല. നമ്മൾ ജോലി ഇൻ്റർവ്യൂവിന് ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടീച്ചിങ് ജോലിക്കും വേണ്ടി മാത്രമല്ലല്ലോ ഫേസ് ചെയ്യുക, ഒരുപാട് ജോലികളുണ്ട്. അപ്പോൾ ടീച്ചിങ് ജോലിക്ക് മാത്രമേ എന്താവശ്യമുള്ളൂ, ടീച്ചിങ് സ്കില്ല് ആവശ്യമുള്ളൂ. ജോലി കിട്ടാൻ അതിൻ്റെ ആവശ്യമില്ല. മറ്റൊന്നാണ് ലേണിംഗ് സ്കില്ല്. ഈ ലേണിംഗ് സ്കില്ലിന് നമുക്ക് മറ്റൊരു പേര് കൂടി പറയും, സ്റ്റഡി സ്കിൽസ്. സ്റ്റഡി സ്കിൽസിൽ പ്രധാനമായിട്ടും 4 കാര്യങ്ങൾ അല്ലെങ്കിൽ 5 കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഒന്ന് ക്രിട്ടിക്കൽ തിങ്കിങ്, അടുത്തത് വരുന്നത് ക്രിയേറ്റീവ് തിങ്കിങ്, മറ്റൊന്ന് വരുന്നത് കമ്മ്യൂണിക്കേറ്റിംഗ്, മറ്റേത് കൊളാബറേറ്റിംഗ്. ഇത് നമ്മളൊരു പുതിയ കാര്യം, പുതിയ നോളജ്, പുതിയ ഇൻഫോർമേഷൻ അക്വയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. നമുക്ക് ഒരു ആശയം മനസ്സിലാക്കുന്ന സമയത്ത് അത് ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാൻ, ക്രിയേറ്റീവ് തിങ്ക് ചെയ്യാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, കൊളാബറേറ്റ് ചെയ്യാനൊക്കെ ആവശ്യമാണ്. ഇത് ശരിക്ക് എന്തല്ല, നമ്മൾ ലേണിംഗ് സ്കില്ലാണ്. അത് ശരിക്കും എന്തല്ല, എല്ലാ സമയത്തും നമുക്ക് ഉപയോഗപ്രദമല്ല. ഒരു പ്രൊഫഷണൽ ജോലിയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇതിൻ്റെ ആവശ്യം ശരിക്കില്ല. പിന്നെ മറ്റൊന്ന് എന്താണ്, മാനിപ്പുലേഷൻ സ്കില്ലാണ്. മാനിപ്പുലേഷൻ സ്കില്ല് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് നെഗറ്റീവായിട്ടുള്ളൊരു സ്കില്ലാണ് ശരിക്ക്. നമുക്ക് നെഗറ്റീവായിട്ടുള്ള രീതിയിൽ നമുക്കെന്താണ് ഒരാശയത്തെ അൺഫെയറായ രീതിയിൽ ഒരു വ്യക്തിയെ കൺട്രോൾ ചെയ്യാനും നെഗറ്റീവായ രീതിയിൽ ഒരു വ്യക്തിയെ നിയന്ത്രിക്കാനും ഒക്കെ ഉള്ള സ്കില്ലാണ് ശരിക്ക് മാനിപ്പുലേഷൻ സ്കില്ല് എന്ന് പറഞ്ഞാൽ. ട്രാൻസ്പെറൻസി, ഹോണസ്റ്റി, മ്യൂച്വൽ ബെനിഫിറ്റ്, ഇതൊന്നും എന്തല്ല, മാനിപ്പുലേഷൻ സ്കില്ലല്ല. മാനിപ്പുലേഷൻ സ്കില്ല് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരാളെ തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ ഉള്ള കഴിവിനാണ് എന്താ പറയുക, മാനിപ്പുലേഷൻ സ്കില്ല് എന്ന് പറയുക. അതൊന്നും എന്തല്ല, ജോബ് ഇൻ്റർവ്യൂവിൽ നോക്കുന്ന സ്കില്ലുകളല്ല. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത് ലൈഫ് സ്കില്ലാണ്. ലൈഫ് സ്കില്ല് എന്ന് പറഞ്ഞാൽ നമ്മളൊരു അക്കാദമിക് ഒരു തൊഴിൽ മേഖലയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ആവശ്യമായ സ്കില്ലുകളാണ്. അത് കമ്മ്യൂണിക്കേഷൻ, ബോഡി ലാംഗ്വേജ്, പ്രോബ്ലം സോൾവിങ്, ഇമോഷണൽ ഇൻ്റലിജൻസ്, ഇതൊക്കെ അടങ്ങുന്ന ഒരു ടെക്നിക്കൽ സ്കില്ലാണ് സോഫ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, 18ാമത്തെ ക്വസ്റ്റ്യൻ, നമുക്ക് ഒരു സോഷ്യൽ മീഡിയ ICTയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുമായി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇത് ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതാൻ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. ഇത്തരം ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ നമ്മൾ ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് ചെയ്യണം. കാരണം ഇതെല്ലാം പഠിച്ചിട്ട് ഇതിനെല്ലാത്തിൻ്റെ ഉത്തരം നമുക്ക് അറിഞ്ഞോണമെന്നില്ല. അപ്പോൾ ഏതെങ്കിലും ഒന്ന് അറിഞ്ഞാൽ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഗസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇത് നോക്കാം. അറേഞ്ച് ദ എവല്യൂഷൻ ഓഫ് ദ ഫോളോയിങ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ ഫ്രം ദ പാസ്റ്റ് ടു പ്രസൻറ്റ്. അപ്പോൾ ഇത് ടിക്ടോക്ക് ഉണ്ട്, ട്വിറ്റർ ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. ഇതിൽ
ഏതാണ് ആദ്യം ഉണ്ടായത്, പിന്നെ ഏതാണ് ഉണ്ടായത്, പിന്നെ ഏതാണ് ഉണ്ടായത് എന്നൊക്കെ നോക്കാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ആദ്യം ഉണ്ടായത് ഏതായിരിക്കും? ഏകദേശം ഒരു ടിക്ടോക്കൊക്കെ പിന്നെ വന്നതാണ് പുതിയത്. പിന്നെ ട്വിറ്റർ പുതിയത് വന്നതാണ്. ഈ ഇൻസ്റ്റഗ്രാം പുതിയത് വന്നതാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഫേസ്ബുക്ക് വളരെ പഴയ കാലം മുതലാണ്. ഞാനൊക്കെ മുമ്പ് സ്കൂളിൽ പഠിച്ച സമയത്ത് ഒരു ഒറാക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഫേസ്ബുക്ക് ഉണ്ട്. ഫേസ്ബുക്ക് കുറേ മുമ്പുണ്ട്. ആർക്കാണ് ഇതിന് ഉത്തരം പറയാൻ പറയുക? ആദ്യം ഉണ്ടായ സോഷ്യൽ മീഡിയ ഏതാണ്? ആദ്യം ഉണ്ടായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ്? എയോ? ഫേസ്ബുക്ക്. ഓക്കെ, ഫേസ്ബുക്കാണ് ആദ്യം ഉണ്ടായത്. പിന്നെ ഉണ്ടായത് ഏതാണ്? യൂട്യൂബാണ്. പിന്നെ ഉണ്ടായത് ട്വിറ്ററാണ് പിന്നെ ഉണ്ടായത്. പിന്നെ അതിന് ശേഷമാണ് ഇൻസ്റ്റഗ്രാം ഉണ്ടായത്. പിന്നെയാണ് ടിക്ടോക്ക് ഇപ്പോൾ അടുത്തുണ്ടായിട്ടുള്ളൂ. കുറച്ച് നമ്മൾ ആ കോവിഡിൻ്റെ കുറച്ചൊക്കെ മുമ്പായിട്ട് വന്നതാണ്. കോവിഡ് സമയത്താണ് എന്ത് ചെയ്ത് വൈറലായത്. ഇതിൽ നമുക്ക് ഓരോന്ന് നോക്കാം, ഏതൊക്കെയാണ് എങ്ങനെയാണ് ഇതിൻ്റെ രീതികളെന്നൊക്കെ. അപ്പോൾ ആദ്യം ഫസ്റ്റായിട്ടുണ്ടായത് ഫേസ്ബുക്കാണ്. ഫേസ്ബുക്ക് വന്നത് ഓപ്ഷൻ സി അല്ലേ? ഓപ്ഷൻ സി, ഫേസ്ബുക്കാണ് ആദ്യം ഉണ്ടായത്. ഫേസ്ബുക്ക്. ഇതിൽ നമുക്ക് ഒരു ധാരണ കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ ടിക്ടോക്ക് പുതുതായി വന്നതാണ് നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ ആ ഒന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ ക്യാൻസറിലെത്താൻ പറ്റും. ഇപ്പോൾ ഇതിൽ നോക്കാം, ഇതിൽ ഫേസ്ബുക്കാണ് ആദ്യം ഉണ്ടായതെന്ന് നമുക്കറിയാം എന്ന് കരുതാം. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ നോക്കാം, ആദ്യം ഉണ്ടായത് ഫേസ്ബുക്ക് വരുമ്പോൾ ഒന്നെങ്കിൽ 2 അല്ലെങ്കിൽ 4 വരും എന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തത് യൂട്യൂബ് ആണെന്ന് കരുതാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും, ഒന്ന് ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബ്, അല്ലെങ്കിൽ 2 ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബ് എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ നോക്കാം. CD, ഒന്ന് ഡി ഇൻസ്റ്റഗ്രാമാണ്. അപ്പോൾ ഇത് വരില്ല. അപ്പോൾ CE ആണ്. അപ്പോൾ ഇത് വരാൻ സാധ്യതയുണ്ട്. ഇനി അതൊന്നും അറിയില്ലെങ്കിൽ ടിക്ടോക്ക് നമുക്ക് പുതുതായി വന്നതാണ് നമുക്കൊരു ധാരണ ഉണ്ടല്ലോ. അപ്പോൾ ടിക്ടോക്ക് ഏറ്റവും ലാസ്റ്റാണ് വരിക. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വന്നതാണ്. അപ്പോൾ ഇതായിരിക്കും. അങ്ങനെ നമുക്ക് ഇൻ്റലിജൻറ്റ് ഗസ് നടത്താൻ പറ്റും. എല്ലാം നമുക്ക് അറിഞ്ഞോണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് ഓരോന്നിൻ്റെ വർഷം കൃത്യമായിട്ട് നോക്കാം. ഓപ്ഷൻ സി, ഫേസ്ബുക്കാണ്. ഫേസ്ബുക്ക് നിലവിൽ വന്നത് 2004 ഇതിൻ്റെ ഫൗണ്ടർ വരുന്നത് മാർക്ക് സുക്കർബർഗ്. നിങ്ങൾക്ക് അറിയണ തന്നെയാണ്. ഇവരാണ് എന്ത് ചെയ്തത്? 2004 ഇത് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ പേരിൽ എന്ത് ചെയ്ത് ആദ്യം ലോഞ്ച് ചെയ്തത്. പിന്നെ അതിന് ശേഷം ഇവരെന്ത് ചെയ്യാണ്, പിന്നീട് എന്താണ് ഫേസ്ബുക്ക് എന്ന പേരിൽ പിന്നെ എന്ത് ചെയ്യാണ് ഇവർ മാറ്റിയിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ അടുത്തത് വരുന്നത് ഓപ്ഷൻ ഇ, യൂട്യൂബാണ്. ഓപ്ഷൻ ഇ, യൂട്യൂബ്. 2005 എന്ത് ചെയ്ത് യൂട്യൂബ് വന്നത്. 2005. സോറി, രണ്ട് മൂന്ന് പേര് കൂടിയിട്ടാണ് ഇവർ ഇത് രൂപീകരിച്ചത്. 3 പേര് കൂടിയിട്ട്. സ്റ്റീവ് ചെൻ, ചാഡ് ഹർലി, പിന്നെ
ജാവേദ് കരീം, സ്റ്റീവ് ചാൻ, ചാന്ദ് ചാർലി, ജാവേദ് കരീം എന്ന് പറഞ്ഞ 3 പേര് കൂടിയിട്ടാണ് ഇവർ പഴയ ഈ കാലഘട്ടത്തിൽ ഇത് ചെയ്യുന്ന സമയത്ത് ഇവർ ഫോർമർ പേപ്പാൽ എംപ്ലോയീസ് ആണ്. അവരാണ് എന്ത് ചെയ്തത് ഇത് കൊണ്ടുവന്നത്. പിന്നെ നമുക്ക് അടുത്തത് അതാണ് ഓപ്ഷൻ ബി ആണ് ട്വിറ്റർ. ട്വിറ്റർ ഇപ്പോൾ നമ്മളെ ഇയാളെ കയ്യിലാണ്, എന്താണ് ഇലോൺ മസ്കിൻ്റെ കയ്യിലാണ്. അത് നിലവിൽ വന്ന് ഓപ്ഷൻ ബി ട്വിറ്റർ. ട്വിറ്റർ നിലവിൽ വന്നത് 2006 ഇത് ഉണ്ടാക്കിയത് ആരൊക്കെ നോക്കാം. ജാക്ക് ഡോർസെ, പിന്നെ നോഹ് ഗ്ലാസ്, പിന്നെ ബിസ് സ്റ്റോൺ. എല്ലാ പേരുകളൊന്നും നോക്കി വെക്കണ്ട, ജസ്റ്റ് ഒന്ന് ഒരു ധാരണ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചോദിച്ചുകൂടായില്ല. ഇവാൻ വില്യം, ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇലോൺ മസ്ക് ഇത് വാങ്ങിയതിന് ശേഷം ഇത് എക്സ് ആയി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 2006 നിലവിൽ വന്നത്. പിന്നെ വരുന്നത് അടുത്തത് ഇൻസ്റ്റഗ്രാമാണ്. ഇൻസ്റ്റഗ്രാം 4, ഓപ്ഷൻ ഡി ഇൻസ്റ്റഗ്രാം. ഇത് 2010 നിലവിൽ വന്നത്. കെവിൻ സിസ്ട്രോം, അതുപോലെ തന്നെ മൈക്ക് ക്രീഗർ എന്നിവർ കൂടിയിട്ടാണ് ഒക്ടോബർ 2010 ഒരു ഫോട്ടോ ഷെയറിംഗ് ആപ്പ്, മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്തത്. അത് പിന്നീട് ഇൻസ്റ്റഗ്രാമായിട്ട് ഡെവലപ്പ് ചെയ്തതാണ്. പിന്നെ ഏറ്റവും അവസാനം വന്നതാണെന്ത്, ഓപ്ഷൻ എ ടിക്ടോക്ക്. ഏകദേശം 2026 ഇത് എന്ത് ചെയ്ത് 2026 ഇത് 2016 എന്ത് ചെയ്ത് ചൈനയിലാണ് ഇത് വന്നത്, സെപ്റ്റംബർ 2026. പിന്നെ അതിന് ഇൻ്റർനാഷണൽ വേർഷൻ നിലവിൽ വന്നത് 2017. 2000 പിന്നീട് എന്ത് ചെയ്തു, ഒരു 2014 2018 എന്ത് ചെയ്തു, ഇത് മ്യൂസിക്കലിയുമായിട്ട് എന്ത് ചെയ്തു, മെർജ് ചെയ്തു. ഇതാണ് ഇതിൻ്റെ ഇത് ഇതിൻ്റെ ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ചാർട്ട് എന്ന് പറഞ്ഞാൽ. ഇതിൽ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമാണ്. രണ്ടാമത് യൂട്യൂബ് 2005 വന്നു. ഫേസ്ബുക്ക് 2004 വന്നു. യൂട്യൂബ് വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോമാണ്. ട്വിറ്റർ 2006 വന്നത്, മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോമാണ്. പിന്നെ ഇൻസ്റ്റഗ്രാം 2010 വന്നു, ഫോട്ടോ ഷെയറിംഗ് പ്ലാറ്റ്ഫോമാണ്. പിന്നെ ടിക്ടോക്ക് 2016 വന്നു, ഷോർട്ട് ഫോം വീഡിയോസൊക്കെ, റീൽസുകൾ, ഷോർട്സൊക്കെ നിർമ്മിക്കുന്ന
ഒരു പ്ലാറ്റ്ഫോമാണ് ടിക്ടോക്ക് എന്ന് പറയുന്നത്. ടിക്ടോക്ക് വന്നതിന് ശേഷമാണ് പിന്നെ ഷോർട്സുകളൊക്കെ മറ്റ് റീൽസുകൾ ഷോർട്സൊക്കെ മറ്റ് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വരാൻ തുടങ്ങിയത്. പിന്നെ അതിന് ശേഷം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കം അണ്ടർ ദ കാറ്റഗറി നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ? താഴെ പറയുന്ന കമ്മ്യൂണിക്കേഷൻ ഒരുപാടെണ്ണം പറയുന്നുണ്ട്. ബോഡി ലാംഗ്വേജ്, ഷൗട്ടിങ്, ജെസ്റ്റർ, ഫേഷ്യൽ എക്സ്പ്രഷന്, കോൺവെർസേഷൻ ഓൺ ടെലഗ്രാഫിക് കാള്. ഇതിൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വേർഡ്സ് യൂസ് ചെയ്യാതെ, നമ്മൾ എഴുതാതെയോ സംസാരിക്കാതെയോ ഒരു ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണതിനാണ് എന്ത് പറയാം? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഇത് വിഷ്വലി അല്ലെങ്കിൽ ഫിസിക്കലി നമുക്ക് മീനിങ്സ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയാണ്. അവിടെ അക്ഷരങ്ങളോ വാക്കുകളോ എഴുത്തുകളോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നില്ല. അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ മെത്തേഡുകൾ താഴെ പറയുന്നതിൽ ഏതൊക്കെയായിരിക്കും? ഓക്കെ, ഫോർത്ത് അതിലേതൊക്കെയാണ് പറയൂ? ഇതിൽ താഴെ ബോഡി ലാംഗ്വേജ്, ഷൗട്ടിങ്, ഓക്കെ, ജസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻ. ഇതിൽ ഷൗട്ടിങ്ങും കോൺവെർസേഷൻ ഓൺ ടെലിഗ്രാഫിക് കാളും എന്തല്ല, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അല്ല. ഇതിൽ ഫസ്റ്റ് നമുക്ക് പറയുന്ന ഒന്ന് ബോഡി ലാംഗ്വേജ് ആണ്. ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മളെ പോസ്ചർ, നമ്മളെ സ്റ്റാൻസ്, ഫിസിക്കൽ മൂവ്മെൻറ്റുകൾ, അതുപോലെ തന്നെ നമ്മളെ ആറ്റിറ്റ്യൂഡ്, ഫീലിങ്സ് ഒക്കെ കൺവേ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇതാണ് എന്ത് പറയാം, നമ്മളെ ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഒരാൾ സംസാരിക്കുന്ന സമയത്ത് അയാളുടെ ബോഡി ലാംഗ്വേജ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയാൻ കഴിയും. ഓക്കെ, അത് ശരിക്കും അയാളുടെ ഫിസിക്കൽ അപ്പിയറൻസ് ആണ് ശരിക്കും ഈ ബോഡി ലാംഗ്വേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അടുത്ത ജസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതും മറ്റൊരു തരത്തിലുള്ള നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. നമ്മളെ കൈകളുടെയും നമ്മളെ ആംസിൻ്റെയും നമ്മളെ ഹെഡിൻ്റെയൊക്കെ മൂവ്മെൻറ്റിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ജസ്റ്റേഴ്സ് വരുന്നത്. ഇതിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ, നമ്മളെ ആശയങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഉപാധിയാണ്, ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണെന്ത്, ജസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ വരൂ എന്ന് പറയുന്നത് കൈ ഇങ്ങനെ കൈ വീശി കാണിക്കുന്നതും, പോവെന്ന് പറയുന്നതിനും, നമ്മൾ അതാണ് അവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിരൽ ചൂണ്ടുന്നൊക്കെ ഓരോ തരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ജസ്റ്റേഴ്സാണ്. പിന്നെ അതുപോലെ ഫേഷ്യൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഫേസിലുണ്ടാവുന്ന നമുക്കൊരുപാട് കൗണ്ട്ലെസ് ഇമോഷൻസ് ഉണ്ടായിരിക്കും. സന്തോഷം, സങ്കടം, സർപ്രൈസ്, ഇങ്ങനെയുള്ള വ്യത്യസ്ത ഇമോഷൻസ് നമ്മളെ ഫേസിൽ എക്സ്പ്രസ് ചെയ്യുന്നതിന് ഫേഷ്യൽ എക്സ്പ്രഷൻ എന്ന് പറയും. ഓക്കെ, നമുക്ക് സന്തോഷം വരുന്ന സമയത്ത് നമ്മൾ ചിരിക്കും, സങ്കടം വരുന്ന സമയത്ത് നമ്മൾ ദേഷ്യം വരും, സർപ്രൈസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ മുഖത്ത് അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങളുണ്ടാവും. ഇതൊക്കെ ശരിക്ക് ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. ഇതിൽ ബാക്കി വരുന്ന രണ്ടെണ്ണം, ഒന്ന് ഷൗട്ടിങ്, ഒന്ന് കോൺവെർസേഷൻ ഓൺ ടെലഗ്രാഫിക് കാള്. ഷൗട്ടിങ് ഒരിക്കലും ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അല്ല, അത് വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ ഒച്ചയിട്ട് ഒരാളോട് ഷൗട്ട് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, അക്ഷരങ്ങളും വാക്കുകളും അതിന് യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അത് ഏതായാലും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അല്ല. പിന്നെ കോൺവെർസേഷൻ ഓൺ ടെലിഗ്രാഫിക് കാള്, അതിൽ ഓൾറെഡി നമുക്കറിയാം, അതിൽ തന്നെ കോൺവെർസേഷൻ എന്ന് പറഞ്ഞ വാക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരാളെ ഫോണിൽ സംസാരിക്കുകയാണ്, അതെന്തായാലും അത് വെർബൽ കമ്മ്യൂണിക്കേഷനാണ്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അല്ല. അപ്പോൾ അത് രണ്ടും ഒഴിവാക്കിയാൽ പിന്നെ നമുക്ക് ബോഡി ലാംഗ്വേജ്, ജെസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻ. അതിൽ ജെസ്റ്റേഴ്സ് ബി. നമുക്ക് ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ബി, എ, ബി, സി ഓക്കെ, നമുക്ക് അറിയണ തന്നെയാണ്. അത് വലിയ ഒരു ഈസി ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് പിന്നെ അത് നമുക്ക് ഗസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ എന്ത് ചെയ്യും, നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം.
അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ് ഒരു ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യനാണ്. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഫുള്ള് നമ്മൾ നോക്കാൻ പാടില്ല. ഫുള്ള് നോക്കുന്ന സമയത്ത് നമ്മളെ സമയം കുറേ വേസ്റ്റ് ആവും. അറിയുന്ന ഏതെങ്കിലും ഉണ്ടോ നോക്കുക, അത് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കുക. അത് കറക്റ്റാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ളത് കറക്റ്റായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ഓപ്ഷൻ ലിസ്റ്റ് ചെയ്യൽ സ്വയംപ്രഭ, ഷാർക്ക് ടാങ്ക്, കൃഷി ദർശൻ, ശക്തിമാൻ. അതിലിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പരിചയം ഉണ്ടോ നോക്കുക. ലിസ്റ്റ് ബിയിൽ നോക്കുകയാണെങ്കിൽ എന്താണ് കിഡ്സ് പ്രോഗ്രാം, അഗ്രികൾച്ചറൽ പ്രോഗ്രാം, ബിസിനസ് റിയാലിറ്റി TV ഷോസ്, അതുപോലെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാം. ഇതിൽ സ്വയംപ്രഭ നമുക്ക് അറിയുന്നതാണല്ലോ അല്ലേ, നമ്മൾ മുമ്പ് പഠിച്ചതാണ്, കഴിഞ്ഞ തൊട്ട് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തതാണ്. സ്വയംപ്രഭ എന്ന് പറഞ്ഞാൽ ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാമാണ്. പിന്നെ അതുപോലെ ഷാർക്ക് ടാങ്ക്, കൃഷി ദർശൻ, ശക്തിമാൻ, ഇതൊക്കെ ഓരോന്ന് എന്താണെന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് നമുക്ക് സ്വയംപ്രഭ എന്താണെന്ന് നോക്കാം. സ്വയംപ്രഭ എന്ന് പറഞ്ഞാൽ സ്വയംപ്രഭ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഒരു എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമാണ് ശരിക്കും. അത് ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റ് ടു ഹോം ഫെസിലിറ്റിയാണ്, എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസാണ്. 24/7 എന്താണ് എഡ്യൂക്കേഷൻ ബേസ്ഡ് 32 ചാനൽസ് എന്ത് ചെയ്യുന്നതാണ്, GSAT-2 വഴി എന്ത് ചെയ്യാണ്, സാറ്റലൈറ്റ് 2 വഴി സംപ്രേഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് എന്താണ് സ്കൂൾ ലെവൽ മുതൽ ഹയർ എഡ്യൂക്കേഷൻ വരെയുള്ള സ്റ്റുഡൻസിന് പ്രയോജനപ്രദമാവുന്ന രീതിയിൽ എഡ്യൂക്കേഷൻ ബേസ്ഡ് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് TV-യിലൂടെ ചാനൽസിലൂടെ സംപ്രേഷണം ചെയ്യുന്നൊരു സംവിധാനമാണെന്ത്, സ്വയംപ്രഭ എന്ന് പറയുന്നത്. സ്വയംപ്രഭ ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാമാണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ 4 ആണത് സ്വയംപ്രഭയിൽ വരുന്നത്. നമുക്ക് അറിയണത് തന്നെയാണ്. പിന്നെ അടുത്ത് ഷാർക്ക് ടാങ്ക് എന്ന് പറഞ്ഞാൽ അതൊരു റിയാലിറ്റി ഷോ ആണ്. നമുക്ക് കാണാറുണ്ട് തോന്നുന്നു, കാണുന്ന ആൾക്കാരുണ്ടാവും, അല്ലാത്തവരും ഉണ്ടാവാം. ഷാർക്ക് ടാങ്ക് ഇതൊരു ബിസിനസ് റിയാലിറ്റി ഷോ ആണ്. ഇതിലെന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യസ്ത ആളുകൾ പലതരത്തിലുള്ള ബിസിനസ് ഐഡിയാസുമായിട്ട് വരുന്നു. അവരെന്ത് ചെയ്യും, ഒരു ഇൻവെസ്റ്റേഴ്സിൻ്റെ പാനൽ ഉണ്ടായിരിക്കും. അത് ഷാർക്ക് എന്നാണ് അവർ പറയാം. ഇവരെ മുമ്പിൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യും, ഇവർ വിശദീകരിച്ച് കൊടുക്കുന്നു. അത് അവർക്ക് ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, അവർ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ക്യാപിറ്റൽ എന്ത് ചെയ്യും, അവർ ഇൻവെസ്റ്റ് ചെയ്യും. അത് ഒരു ബിസിനസ് റിയാലിറ്റി TV സീരീസാണ്. ഓക്കെ, ഷാർക്ക് ടാങ്ക് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് കൃഷി ദർശൻ. അപ്പോൾ ഷാർക്ക് ടാങ്ക് എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3 എന്ന് പറഞ്ഞാൽ B ആണ്. ഓപ്ഷൻ 3 ഒന്നാമത്തത്. അപ്പോൾ സ്വയംപ്രഭ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമാണ്. ഷാർക്ക് ടാങ്ക് ബിസിനസ് റിയാലിറ്റി TV ഷോ ആണ്. കൃഷി ദർശൻ വളരെ മുമ്പുള്ള ദൂരദർശനിൽ കുറേ മുമ്പുണ്ടായിരുന്ന, ഇപ്പോഴും ഉണ്ട് തോന്നുന്നു, കൃഷി ദർശൻ എന്ന് പറഞ്ഞ പ്രോഗ്രാം. ഒരു കൃഷിയുമായി അതിൽ തന്നെ എന്തുണ്ട്, അഗ്രികൾച്ചറൽ പ്രോഗ്രാമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഏകദേശം 1967 എന്ത് തുടങ്ങിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണത്. വളരെ പഴക്കം ചെന്ന ഒരു പ്രോഗ്രാമാണ് കൃഷി ദർശൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. മുമ്പൊക്കെ ഒരു കാലത്ത് ദൂരദർശൻ മാത്രം ഉണ്ടായിരുന്ന സമയത്തൊക്കെ നമുക്കത് കാണാൻ സാധിച്ചിരുന്നു. ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ദൂരദർശനൊന്നും ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് അത് ഉണ്ടോ ഇല്ലേ എന്നുള്ള അറിയില്ല. ഇപ്പോൾ ഉണ്ടോ തോന്നുന്നു. പിന്നെ അത് ഓക്കെ. അപ്പോൾ ഇത് അഗ്രികൾച്ചറൽ പ്രോഗ്രാമാണ്. കർഷകർക്ക് പ്രയോജനപ്രദമാകുന്ന പ്രോഗ്രാമാണിത്, ഈ കൃഷി ദർശൻ എന്ന് പറയുന്ന പ്രോഗ്രാം. പിന്നെ വരുന്നത് ശക്തിമാനാണ്. ശക്തിമാൻ ഒരു എന്താണ് കിഡ്സ് പ്രോഗ്രാമാണ്. ശരിക്കും ഇത് വളരെ കാലം മുമ്പ് നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിച്ച സമയത്ത്, ഏകദേശം 90s കിഡ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫേവറേറ്റ് സൂപ്പർ ഹീറോ ആണ് ഈ ശക്തിമാൻ എന്ന് പറയുന്നത്. നമുക്ക് ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും. ഇത് എന്താണ് 1990കളിലാണ് ഇത് സംപ്രേഷണം ആരംഭിച്ചത്. ഇത് കുറേ കാലം എന്ത് ചെയ്തിട്ടുണ്ട്, 2000
2004 2005 വരെ ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് അറിയണത് തന്നെയാണ്. അപ്പോൾ ഒന്ന് സ്വയംപ്രഭ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഷാർക്ക് ടാങ്ക് പറഞ്ഞ ബിസിനസ് റിയാലിറ്റി TV ഷോ ആണ്. കൃഷിദർശൻ അഗ്രികൾച്ചറൽ പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ എന്താണ് കിഡ്സ് പ്രോഗ്രാമാണ് ശക്തിമാൻ. ഇനിയിപ്പോൾ നമുക്കിതിൽ ഒന്നും അറിയില്ല എന്ന് കരുതാം. അപ്പോൾ അതിലിങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ തന്നെ എളുപ്പമുള്ളൊരു ഭാഗമാണ് കൃഷിദർശൻ. കൃഷിയുമായി ബന്ധപ്പെട്ടതായിരിക്കും നമുക്ക് ഗസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നോക്കാം. അപ്പോൾ 2, അപ്പോൾ അത് നോക്കാം. കൃഷിദർശൻ 1 മാത്രമേ ഉള്ളൂ, 2. അപ്പോൾ ഓപ്ഷൻ സി എന്ന് പറയുന്നത് കൃഷിദർശനാണെന്ന് കൊടുക്കുന്ന ഒരേ ഒരു ഓപ്ഷൻ ഏതിലുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് ഗസ് ചെയ്യാം. അങ്ങനെ ഏതെങ്കിലും നോക്കിയിട്ട് ഗസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇനി നമുക്ക് അടുത്തതൊരു എന്താണ് നമ്പർ സീരീസാണ്. ഇത് നിങ്ങൾ ചെയ്യണം. അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്പർ സീരീസ്. അപ്പോൾ ഇതൊന്ന് എഴുതാം, ഒരു വെള്ള പേപ്പറിൽ എഴുതാം. A2B B3D C5F പിന്നെ എത്രയാണ് നമ്മൾ കണ്ടെത്തണം. അത് കഴിഞ്ഞിട്ടുള്ളത് E11J. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ്. A2B B3D C5F പിന്നെ നമ്മൾ കണ്ടെത്തണം. അത് കഴിഞ്ഞാൽ E11J. ഒന്ന് ആൻസർ നോക്കിയിട്ട് പറയൂ. ഇവിടെ നമുക്ക് ഓരോ അക്ഷരങ്ങളായിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി. ഫസ്റ്റ് A ആണ്, പിന്നെ B ആണ്, പിന്നെ C ആണ്, പിന്നെ ഇവിടെ എത്രയും നമുക്ക് അറിയില്ല, പിന്നെ E ആണ്. അപ്പോൾ ഇവിടെ ഏതായിരിക്കും വരിക? യെസ്, D. അപ്പോൾ നമുക്ക് നോക്കുക, ഓപ്ഷനിൽ നോക്കുക D ഉണ്ടോ? എല്ലാം D തന്നെയാണ്. പിന്നെ നമുക്ക് അടുത്ത വാല്യൂ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇവിടെ നമുക്ക് നോക്കാം അടുത്ത വാല്യൂ 2. അടുത്ത വാല്യൂ എത്ര വരാം, ആരാ പറയാം? 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്, 8 ഉണ്ട്. 8 2 പ്രാവശ്യം വന്നിട്ടുണ്ട്, 7 1 പ്രാവശ്യം വന്നിട്ടുണ്ട്, 9 1 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഈ 7 വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ വന്നതെന്ന് പറയണം കേട്ടോ. 8 ആണെങ്കിൽ 8 എങ്ങനെ? 2 ആദ്യം 2 ഉണ്ട്, 2 3 5 പിന്നെ ഇവിടെ എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല, പിന്നെ 11 വരുന്നത്. 2 3 5 എത്രയാ അറിയില്ല, പിന്നെ 11. അത് എത്രയാ വരിക, ആരാ പറയാം? നമുക്ക് അടുത്ത വാല്യൂ നമുക്ക് നോക്കാം. അടുത്ത വാല്യൂ നോക്കുകയാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ടില്ല, ബി കഴിഞ്ഞിട്ട് പിന്നെ D ആണ് വന്നിട്ടുള്ളത്. ബി കഴിഞ്ഞിട്ട് D വരുന്നത് എത്രയാണ്? BCD. അവിടെ 2 ആണ് കൂട്ടിയിട്ടുള്ളത്. ബി കഴിഞ്ഞിട്ട് 2 കൂട്ടിയിട്ടാണ് എന്ത് ചെയ്തത്, D വന്നത്. പിന്നെ D കഴിഞ്ഞാൽ പിന്നെ 2 കൂട്ടി FCDEF. എഫ് കഴിഞ്ഞിട്ട് പിന്നെ 2 കൂട്ടണം, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ F കൂട്ടുമ്പോൾ എത്ര വരിക? H വരും. അപ്പോൾ Dയും Hഉം അത് നമുക്ക് കിട്ടി. പിന്നെ നടുവത്തെ വാല്യൂ Dയും Hഉം ഉള്ള 2 എണ്ണം ഉണ്ട്, അല്ല 3 എണ്ണം ഉണ്ട്. നടുവത്തെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. നമ്പർ എത്രയായിരിക്കും വരിക, ആരാ പറയാം? എത്രയാ? 7 ആണ്. യെസ്, 7 തന്നെയാണ് കറക്റ്റ് ആൻസർ. 7 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് 7 വന്നത്? കേട്ടില്ല. 2 അല്ലല്ലോ അപ്പോൾ വരിക, 1 അല്ലേ വരിക. 1 3 5 7 9 ഇല്ല. ഈ 2 കഴിഞ്ഞിട്ട് 3 എങ്ങനെയാണ് വന്നത്? യെസ്, പ്രൈം നമ്പേഴ്സാണ്. പ്രൈം നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. 1 കൊണ്ടും ആ സംഖ്യ കൊണ്ടും മാത്രമേ ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയാം. ഈ പ്രൈം നമ്പേഴ്സ് 2നെ നമുക്ക് 1 കൊണ്ടും 2 കൊണ്ടും ഹരിക്കാം. 3 പിന്നെ 5നെ നമുക്ക് ഡിവൈഡ് ചെയ്യാം, 1 കൊണ്ടും 5 കൊണ്ടും ഹരിക്കാം. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ എത്ര? 7 ആണ്.
7 കഴിഞ്ഞാൽ 9 പറ്റില്ല. 9 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3 കൊണ്ടൊക്കെ ഹരിക്കാം. അപ്പോൾ അത് പറ്റില്ല. പിന്നെ 11 ഉണ്ടാവുക. പിന്നെ 13 വരുമല്ലോ അല്ലേ? 13 വരും. പിന്നെ 14 വരില്ല, 7 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണെന്ത്? പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. പ്രൈം നമ്പേഴ്സാണ് ഇവിടെ വന്നിട്ടുള്ളത്. 2, 3, 5, പിന്നെ 7, പിന്നെ 11. ഇങ്ങനെ ചോദിക്കാം. ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. ഇത് 1, 3, 5 വന്നില്ലല്ലോ, 2, 3, 5 ആണല്ലോ വന്നതെന്ന് തോന്നിപ്പോവും. അപ്പോൾ ഇത് ഇവിടെ പ്രൈം നമ്പർ ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ആൻസറിലേക്ക് പോവുകയാണെങ്കിൽ ആൻസർ ഓപ്ഷൻ 1 ആൻസർ D7H അല്ലേ? D7H. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ ഒരു നമ്പർ സീരീസാണ്, നിങ്ങൾ തന്നെ കണ്ടെത്തണം കേട്ടോ. ഇതാ 0, 9, 26, 65, 124, 217. ഒന്ന് കണ്ടെത്തിയാണ്. ആൻസർ ഞാൻ പറയുമ്പോൾ പറഞ്ഞാൽ മതി, ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി. 0, 9, 26, 65, 124, 217. അതെങ്ങനെയാണ് വരുന്നുണ്ടാവുക? വലിയ വലിയ സംഖ്യകളാണ് വരുന്നത്. അടുത്ത വാല്യൂ എത്രയായിരിക്കും? ഒന്ന് ചെയ്ത് നോക്കൂ. ഓപ്ഷൻ, ഓക്കെ, ഓപ്ഷൻസ് കാണിക്കാം. 317, 336, 341, അതുപോലെ 342. ഇതൊക്കെയാണ് ഓപ്ഷൻസ് വരുന്നത്. അത് ഏകദേശം 300 റേഞ്ചിലാണ് വരിക എന്ന് മനസ്സിലാക്കാം. ഇത് എടുത്തൊക്കെ വാല്യൂ വരുന്നുണ്ട്. ഇത് 341 ഉണ്ട്, 42 ഉണ്ട്, 36 ഉണ്ട്. അപ്പോൾ ഏകദേശം ഈ റേഞ്ചിലൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. എന്തായിരിക്കും ആൻസർ? ആരാ പറയാം? നോക്കുക, നമുക്ക് ആൻസറിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് 0 വരുന്നത്, പിന്നെ 9 വരുന്നത്, പിന്നെ 26 വരുന്നത്, പിന്നെ 65, 125, പിന്നെ 217. ഇത് നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ സ്ക്വയറുകളും ക്യൂബുകളൊക്കെ കണ്ടെത്തി കാണാതെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4 സ്ക്വയർ എത്രയാണ്. അതേപോലെ തന്നെ ക്യൂബുകളും പഠിച്ചു വെക്കുക. 1 ക്യൂബ്, 2 ക്യൂബ്, 3 ക്യൂബ്, 4 ക്യൂബ് എല്ലാം ഒന്നും പഠിച്ചു വെക്കണ്ട. ഒരു 2-3 നമ്പറൊക്കെ പഠിച്ചു വെക്കാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഇത് ക്യൂബുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ഇത് ക്യൂബാണോ അല്ലേ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആ നമ്പർ ഒന്ന് പഠിച്ചു വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഇത് ക്യൂബ് വെച്ച് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് 0, പിന്നെ അത് കഴിഞ്ഞിട്ട് 9 വരുന്നത്. 9 എന്ന് പറഞ്ഞാൽ 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 × 2 4, 4 × 2 8. 8 നമുക്ക് കിട്ടുക. 8 + 1 9 വന്നിട്ടുള്ളത്. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്തു? 2ൻ്റെ ക്യൂബ് എടുത്തു. 2ൻ്റെ ക്യൂബ് എടുത്തിട്ട് അതിക്ക് 1 പ്ലസ് ചെയ്യുക ചെയ്തിട്ട്. ഓക്കെ, 2 + 2 × 2 = 4, 4 × 2 8, 8 + 1 9. പിന്നെ അടുത്ത വാല്യൂ 26 നമുക്ക് കിട്ടിയത്. അപ്പോൾ 27 എന്താണ്? ക്യൂബാണ്. നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. 3ൻ്റെ ക്യൂബ് 3 × 3 × 3 27 മനസ്സിലാക്കാം. 2 × 2 × 2 8, 1 × 1 × 1 1 തന്നെയാണ്, അല്ലെങ്കിൽ 0 എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ 26 0 1 × 1 × 1 കേട്ടോ. 1 ഇവിടെ 0 ആയത് 1ൽ നിന്ന് 1 കുറച്ചതാണ്, അപ്പോൾ 0 ആയതാണ്. പിന്നെ 26 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 27 എന്ത്? 3ൻ്റെ ക്യൂബ് വരുന്നത്. 3 × 3 9,
9 × 3 27. അപ്പോൾ 27 ഇവിടെ 26 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് 27 1 മൈനസ് ചെയ്തതാണ്. അപ്പോൾ ശരിക്കും ഇവിടെ ചെയ്യുന്നത് 1 ക്യൂബിൽ നിന്ന് 1 മൈനസ് ചെയ്തു, പിന്നെ 2 ക്യൂബിൽ നിന്ന് 1 പ്ലസ് ചെയ്തു, പിന്നെ 3 ക്യൂബിൽ നിന്ന് 1 മൈനസ് ചെയ്തു. അങ്ങനെയാണത് കണക്ക് പോകുന്നത് കേട്ടോ. ഇനി 65 എന്ന് പറഞ്ഞാൽ 4 ക്യൂബാണ്. 4 ക്യൂബ് 4 × 4 16. 16 × 4 60 എത്രയാണ്? 64ആണ്. 16 × 4. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്തു? പ്ലസ് ആഡ് ചെയ്തു. പിന്നെ 5 ക്യൂബ് 5 ക്യൂബ് നമുക്ക് അറിയാം. 5 5 25. 25 × 5 125. ഓക്കെ, 125 നിന്ന് 1 കുറച്ചു 124. ഇത് 6 ക്യൂബ് 6 × 6. 6 × 6 36 36. 36 × 6 36 × 6 126 അല്ലേ? സോറി 216. 16. അപ്പോൾ അതിൽ നിന്ന് ഒന്ന് പ്ലസ് ചെയ്തു. അപ്പോൾ ഇത് ക്യൂബാണെന്ന് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതിന് ആദ്യത്തെ കുറച്ച് വാല്യൂ ഞാൻ പറഞ്ഞ പോലെ മനസ്സിലാക്കിയാൽ മതി. ക്യൂബിൻ്റെ വാല്യൂ 1 8 27 64. അങ്ങനെ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഒരു 4-5 പഠിച്ചു വെച്ചാൽ മതി. അല്ലെങ്കിൽ ഒന്ന് നോക്കിയാൽ പെട്ടെന്ന് പഠിച്ചു വെക്കണം എന്നൊന്നുമില്ല. നോക്കിയാൽ മനസ്സിലാവുന്നത് ഇതിങ്ങനെ സ്ഥിരമായിട്ട് ചെയ്താൽ മതി, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് അടുത്തത് 6ാമത്തതാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ 7ൻ്റെ ക്യൂബാണ് നമുക്ക് അടുത്തത് വരിക. അപ്പോൾ 7 × 7 എത്ര? 49. 49 × 7 എത്രയാണ്? 336. 336. 336 അല്ല, കാരണം 336 വരുമ്പോൾ ഇതിൽ നിന്നൊന്ന് കുറക്കണ്ടേ? കുറച്ചിട്ടില്ലല്ലോ. കുറക്കുമ്പോൾ ആൻസർ വരില്ല. 343 ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ? 49 × 7 ഒന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താണ് എത്ര കിട്ടുന്ന ആൻസർ? യെസ് 343 ആണല്ലേ? ഓക്കെ, 343. അപ്പോൾ ആൻസറിലേക്ക് പോവുകയാണെങ്കിൽ 341 വരും, 2 വരും. ഏതാ വരിക? യെസ് 342 മൈനസ്. അപ്പോൾ കറക്റ്റ് നമുക്ക് 342 കിട്ടി. ഇത് നമ്മൾ ഈ പാറ്റേൺ മനസ്സിലാക്കാതെ ഇതിന്മേൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറേ സമയം വേസ്റ്റ് ആവുന്നൊരു ക്വസ്റ്റ്യനാണ്. അത് കാരണം 0 വന്നു, പിന്നെ 9ഉം 0 തമ്മിൽ കണക്ഷൻ ഇല്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 2ൻ്റെ സ്ക്വയർ, 1ൻ്റെ 2ൻ്റെ 3ൻ്റെ 4ൻ്റെ ഒക്കെ സ്ക്വയർ കണ്ടെത്താം. 1ൻ്റെ 2ൻ്റെ 3ൻ്റെ 4ൻ്റെ ക്യൂബും കണ്ടെത്താം. ക്യൂബ് പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി നമുക്ക് സ്ക്വയർ അതിൻ്റെ കൂടെ പഠിച്ചു വെക്കാം, പ്രശ്നമൊന്നുമില്ല. സ്ക്വയർ പഠിക്കാൻ നമുക്ക് എളുപ്പമാണ്, ക്യൂബാണ് പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ അത് ഓക്കെ, എളുപ്പമാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി കുറച്ച് ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ടഫ് പറഞ്ഞാൽ ഇത് സാധാരണഗതിയിൽ നമ്മൾ സമയം കൊല്ലാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. ഇതിൽ ഏരിയയുടെ ബേസിൽ ഇത് എന്ത് ചെയ്യുക? അറേഞ്ച് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഏരിയ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഏരിയ കണ്ടെത്തണം. ഇതിൽ സർക്കിളിൻ്റെ, റെക്റ്റാങ്കിളിൻ്റെ, സ്ക്വയറിൻ്റെ, എന്താണ് ഇക്വിലേറ്ററിൻ്റെ, ഇതിൻ്റെ ഒക്കെ സ്ക്വയർ ഏരിയ കണ്ടെത്തിയതിന് ശേഷം ആണ് നമ്മൾ എന്ത് ചെയ്യാം? ഇതിൻ്റെ ആൻസറിലേക്ക് എത്തുക. ഓക്കെ, അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ നോക്കുക. ഇത് കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യണമാണ്. ഇത് അറിയുന്നില്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. കാരണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു 20% ചോദ്യങ്ങൾ ടഫസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അത് ചെയ്യാതിരിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യത്തെ റൗണ്ടിൽ ശരിക്കും നമ്മൾ മൊത്തം ഒരു പ്രാവശ്യം എല്ലാ ചോദ്യങ്ങളും, അതായത് 150 ചോദ്യങ്ങളും ഒരു റൗണ്ട് ചെയ്ത് വന്നിട്ട് രണ്ടാമത്തെ റൗണ്ട് കൂടെ ചെയ്യാനുള്ള സമയം നമുക്ക് വേണം. ആ രണ്ടാമത്തെ റൗണ്ടിൽ ഇങ്ങനെ ടഫുള്ള ഭാഗങ്ങളാണെങ്കിൽ എന്ത് ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. അറേഞ്ച് ദ ഫോളോയിങ് ഷേപ്സ് ഇൻ ഇൻക്രീസിങ് ഓർഡർ ഇൻ ദെയർ ഏരിയാസ്. ഇൻക്രീസിങ് ഏരിയാസ് കണ്ടെത്തിയിട്ട്
ഏരിയാസിൻ്റെ ബേസിൽ എന്ത് ചെയ്യണം, ഇൻക്രീസിങ് ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പോൾ എന്താണ്, നമുക്ക് ഓരോന്നും ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഏരിയാസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഏരിയാസ് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സർക്കിളാണ്. സർക്കിൾ, ഒരു മിനിറ്റ്. സർക്കിൾ ഓഫ് ഡയമീറ്റർ. സർക്കിൾ ഓഫ് ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? എ സർക്കിൾ ഓഫ് ഡയമീറ്റർ 10 സെൻറ്റിമീറ്റർ. 10 സെൻറ്റിമീറ്ററിൻ്റെ സർക്കിൾ ഓഫ് ഡയമീറ്റർ കണ്ടെത്താനാണ്. അപ്പോൾ അത് ഒരു സർക്കിൾ ഓഫ് ഡയമീറ്ററിൻ്റെ സർക്കിളിന് എന്താണ് 10 സെൻറ്റിമീറ്റർ ആണെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് ഏരിയ കണ്ടെത്തണം. ഏരിയ കണ്ടെത്താനുള്ള ഇക്വേഷൻ πr² ആണല്ലോ. πr² നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ റേഡിയസ് ആദ്യം ഇതിലെന്ത് πr² ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. πr². പൈൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. ആറിൻ്റെ വാല്യൂ നമുക്ക് കണ്ടെത്തണം. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. റേഡിയസ് ഇത് അറിയില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ. പക്ഷേ ഇത് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു നോക്കാം. നമുക്കിത് പ്രയോജനപ്രദമാണ്. നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഓപ്ഷനിലേക്ക് നോക്കിയിട്ട് ഇത് ഗസ് ചെയ്യാൻ പറ്റും. πr². അപ്പോൾ റേഡിയസ് ആദ്യം നമുക്ക് റേഡിയസ് കാണണം. റേഡിയസ് 6 കണ്ടിട്ട് r² ആണ് ചെയ്യേണ്ടത്. റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇത് 10 അല്ലേ, 10ൻ്റെ നേർപകുതിയാണ് അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഇത് എത്രയാണ്, 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 10/2 5 ഓക്കെ. അപ്പോൾ 5 അതിൻ്റെ 5 cm ആണ് അതിൻ്റെ റേഡിയസ് വരിക. പൈൻ്റെ വാല്യൂ എത്രയാണ്, ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? പൈൻ്റെ വാല്യൂ യെസ് 3.14. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ കാണാം? πr² = 3.14 × 5². അപ്പോൾ എങ്ങനെയത് ഒന്ന് ആൻസർ? 5² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5×5 25. പിന്നെ 3.14 × 75 എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര വരും? ഒരു 3 വെച്ചിട്ടാണെങ്കിൽ തന്നെ നമുക്ക് ഒരു 75 എത്തും. പിന്നെ ഒരു 1.54 വരുമ്പോൾ ഏകദേശം എത്ര വരും? ഏകദേശം നമുക്ക് എന്ത് ചെയ്യാം, ഒരു 75 ലെവലിലേക്ക് പിടിക്കാം. ഫുൾ ആൻസർ കാണണമെന്നില്ലെങ്കിൽ എത്രയാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടിയത്? 70 ഗുണിച്ചിട്ട് 48 വരിക. കാരണം 25/3 വരുമ്പോൾ തന്നെ എന്ത് വരും? 75 വരുന്നുണ്ട്. അപ്പോൾ 75 കൂടുതലായിരിക്കും വരിക. ഒരു 75 പിടിക്കാം നമുക്ക്. 75 ഒരു 76 പിടിക്കാം. ഓക്കെ, ഫുള്ള് കണക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. എത്രയാണ്? ആരെയും കുടിച്ച് നോക്കിയോ? ഓക്കെ, 76 എടുക്കാം. ഒരു 76, 77, 78 റേഞ്ചിലൊക്കെ വരും. ഓക്കെ, അപ്പോൾ അത് അവിടെ നിന്നു. എന്നിട്ട് നമുക്ക് ഫുള്ള് അടുത്ത് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ്? റെക്റ്റാങ്കിൾ ഓഫ് ഡയമെൻഷൻസ് സി 6 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും. റെക്റ്റാങ്കിൾ ഓഫ് ഡയമെൻഷൻ. അപ്പോൾ അത് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ റെക്റ്റാങ്കിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. റെക്റ്റാങ്കിളിൻ്റെ ഡയമെൻഷൻസ് 6 സെൻറ്റിമീറ്ററും ഓക്കെ 78. ഓക്കെ, അപ്പോൾ നമുക്ക് 78.5. ഓക്കെ, അപ്പോൾ ഒരു ഏകദേശം 75-76 എടുത്താൽ മതി കേട്ടോ. ഒരു ആവറേജ് കിട്ടിയാൽ മതി. നമുക്കത് ഗുണിച്ച് ഇപ്പോൾ പോയിൻ്റ് വരുന്ന സമയത്ത് നമുക്ക് എന്താ വെച്ചാൽ ചില സമയത്ത് പോയിൻ്റ് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർക്ക് ആ സമയത്ത് ഒരു കൺഫ്യൂഷൻ, എക്സാമിൻ്റെ സമയത്ത് നമുക്കൊരു ഓവർ ടെൻഷൻ ഉണ്ടായിരിക്കുമല്ലോ.
അപ്പോൾ അതിൻ്റെ പുറമെ ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല കൺഫ്യൂഷൻ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പരമാവധി എന്ത് ചെയ്യുക, ഒരു ഏകദേശ ധാരണ വെച്ചിട്ടാണ് ചെയ്താൽ മതി. ഇനി നമുക്ക് അടുത്തിലേക്ക് പോവാം. ഓക്കെ, റെക്റ്റാങ്കിൾ ഡയമെൻഷൻ. ഓക്കെ, റെക്റ്റാങ്കിൾ ഡയമെൻഷൻ. ഇപ്പോൾ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു എന്താണ്, റെക്റ്റാങ്കിൾ ഇതാണ്. ഇതിൻ്റെ ഡയമെൻഷൻസ് പറഞ്ഞത്ര 6 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററുമാണ്. 6 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ ഏരിയ കണ്ടെത്തണം. അപ്പോൾ ഇതിൻ്റെ ഏരിയ കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ചെയ്യുക, റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടെത്തണമെങ്കിൽ ലെങ്ത്ത് ഇൻറ്റു വിഡ്ത്ത്. ഓക്കെ, ഏരിയ സംഭവം സിമ്പിളാണ്. ഇത് രണ്ടുകൊണ്ട് ഗുണിച്ചാൽ മതി. ഏരിയ ഈക്വൽ ടു ലെങ്ത്ത് ഇൻറ്റു വിഡ്ത്ത്. അപ്പോൾ നമുക്ക് 6 ഇൻറ്റു 4 കിട്ടും. 6 4 എത്രേ? ഓക്കെ, 24. അപ്പോൾ 24 സെൻറ്റിമീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയറാണ് വരെ കേട്ടോ. ഇവിടെ നമ്മൾ 78 കിട്ടിയിട്ടുണ്ടെങ്കിൽ 78.5 അല്ലെങ്കിൽ 78 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. ഏരിയ എപ്പോഴും സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ് പറയാം. ഇനി നമുക്ക് അടുത്ത പിന്നെ കിട്ടാനുള്ളത് നമുക്ക് സ്ക്വയർ ഓഫ് സൈഡ് 5 സെൻറ്റിമീറ്റർ. സ്ക്വയർ ഓഫ് സൈഡ് 5 സെൻറ്റിമീറ്റർ. സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരു ഈക്വൽ വാല്യൂ ആയിരിക്കും, എല്ലായിടത്തും ഒരേ വാല്യൂ ആയിരിക്കും വരിക. 5 5 5 5. ഇവിടെ നമ്മൾ എന്താണ്, റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു 2 സൈഡിൽ 2 വാല്യൂ ഉണ്ടായിരിക്കും. ഇവിടെ 4 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്ററും, ഇവിടെ 4, ഇവിടെ 6, ഇവിടെ 4. അതുകൊണ്ടാണത് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞത്. ഇവിടെ സ്ക്വയർ ആയതുകൊണ്ട് ഇവിടെ 5 5, നീളം 5, വീതി 5. അപ്പോൾ നമുക്ക് ലെങ്ത്തും വിഡ്ത്തും ഇൻറ്റു ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 5 സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഏരിയ എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ സ്ക്വയറാണ്. ഒരു സൈഡ് ഇൻറ്റു ഒരു സൈഡ്. അപ്പോൾ സൈഡ് സ്ക്വയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 5 വാല്യൂ. 5 സ്ക്വയർ 5 എത്ര? 25. ഇപ്പോൾ ഇവിടെ 25 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടി. പിന്നെ അടുത്ത ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ് വരിക. ജസ്റ്റ് ഒന്ന് വരച്ചത്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. അപ്പോൾ ഇത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, എല്ലാ സൈഡും 5 സെൻറ്റിമീറ്റർ ആയിക്കാരം. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക്. അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ എന്താണ് സൈഡ് കണ്ടെത്താൻ നമ്മൾ സാധാരണഗതിയിൽ ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത് ഏരിയ ഈക്വൽ ടു √3/4 ഇൻറ്റു സൈഡ് സ്ക്വയർ. അങ്ങനെയാണ് വരിക. അതാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. അത് അപ്പോൾ √3 ഹരിക്കണം 4. അപ്പോൾ റൂട്ട് ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടുക? ഇതിന് നേരെ പോതി ഏകദേശം ഒരു റൂട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ 17 എത്ര? 1. ജസ്റ്റ് ആൻസർ പറയാം. 1.73 കിട്ടും. ഹരിക്കണം 4 ഇൻറ്റു സൈഡ് എത്രയാ? ഇവിടെ 5 സൈഡ് പറഞ്ഞിട്ടുള്ളത്. 5 ഇൻറ്റു 5 5 സ്ക്വയർ. ഇതൊക്കെ വാല്യൂ എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ? ഈ റൂട്ട് 3/4 അത് ഇക്വേഷനിലുള്ള തന്നെയാണ്. പിന്നെ സൈഡ് 2 √3 എന്ന് പറഞ്ഞാൽ 1.73. 4 ഹരിക്കണം 4 വന്നു. ഈ 5 സ്ക്വയർ പറഞ്ഞത് ഒരു സൈഡ് 5. ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള വാല്യൂ ആണ് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്തുകയാണെങ്കിൽ ഇത് ഹരിക്കുകയാണെങ്കിൽ എത്ര കിട്ടുക? 1.57 ഇൻറ്റു 25. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 വരും. ഓക്കെ,
25 ഇങ്ങനെ വരിക, ഗുണിച്ച് കഴിഞ്ഞാൽ 0.433 ഇൻറ്റു 25. അപ്പോൾ 4 500 എടുക്കാം, 5 എടുക്കാം. 5 ഏകദേശം ഒരു 10ൻ്റെ അടുത്ത് വരും. ഓക്കെ, 10 പോയിൻ്റ് സംതിങ് വരും, സംതിങ് സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇവിടെ 10 കിട്ടിയാൽ മതി, ഏകദേശം ഒരു ധാരണ കിട്ടിയാൽ മതി. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വാല്യൂസ് തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. ഒരു വാല്യൂവിൻ്റെ അടുത്തൊന്നും ആയിരിക്കില്ല മറ്റ് വാല്യൂ വരിക, ഏകദേശമൊക്കെ നല്ല ഡിഫറൻസ് ഉള്ള വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് കിട്ടിയതും നോക്കാം. ആദ്യം നമുക്ക് 78 കിട്ടി, അത് 76 ആയാലും 70 നമുക്ക് ഏകദേശം ഒരു വാല്യൂ കിട്ടിയാൽ മതി, 78. പിന്നെ നമുക്ക് കിട്ടിയത് 24, പിന്നെ നമുക്ക് കിട്ടിയത് 25, പിന്നെ കിട്ടിയത് നമുക്ക് 10. അപ്പോൾ നമുക്ക് 3 വാല്യൂസ് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഒന്ന് ആദ്യം നമുക്ക് 78 cm² കിട്ടി. പിന്നെ നമുക്ക് എത്ര കിട്ടിയത് 24, അല്ലെങ്കിൽ എത്ര 24 25 കിട്ടി. പിന്നെ നമുക്ക് കിട്ടിയത് പിന്നെ എത്ര കിട്ടി 24 അല്ലേ, 24. പിന്നെ നമുക്ക് 10 കിട്ടി. അപ്പോൾ ഇത് നമുക്ക് ഓർഡറിൽ എഴുതുകയാണെങ്കിൽ ഏറ്റവും വലുത് എന്താണ്, ഓപ്ഷൻ എ ആണ് അല്ലേ. എ നമുക്ക് ആദ്യം കിട്ടി. പിന്നെ നമുക്ക് ഏതാ കിട്ടിയത്, സി അല്ലേ, അല്ല ബി. 25 എന്തിൻ്റെ ആൻസറാണ് കിട്ടിയത്, 25 ഒരു മിനിറ്റ്, 24 എവിടെ സി, അത് അത് ഓക്കെ ഇത് 24 6 5 6 4 24 അല്ലേ. സി 25, ബി 24, ഇത് ബി ആണ് ഏരിയ. അപ്പോൾ നമുക്ക് സി ആണ് 25 കിട്ടിയല്ലേ, സി അതെ സി 25 സി. അപ്പോൾ നമുക്ക് രണ്ടാമത്തതിൽ സി ആണ്. പിന്നെ നമുക്ക് ബി വരും അല്ലേ, ബി എ സി ബി, പിന്നെ ഏതാണ് ഡി, എ സി ബി ഡി. അപ്പോൾ എ സി ബി ഡി നോക്കുകയാണെങ്കിൽ ഇതിൽ ഏതാ ഉള്ളത്, എ സി ബി ഡി ഇല്ലല്ലോ ഇതിൽ. യെസ് 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 ഓക്കെ ശരി, അതവിടെ ഉണ്ടല്ലോ, ശരി. അപ്പോൾ നേരെ തിരിച്ച് ഡി ബി സി എ, യെസ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്, ഡി ബി സി എ, നാലാമത്തെ ഓപ്ഷനാണ്. ഓക്കെ, ഇത് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. പിന്നെ ഇതിൻ്റെയൊക്കെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിലും നമുക്കിതിൽ ഏതാണ് ഇല്ലാത്തതെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ ബി റെക്റ്റാങ്കിളിൻ്റെ റെക്റ്റാങ്കുലർ ഡയമെൻഷന് മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതും ചെയ്യാൻ പറ്റില്ല. കാരണം അതിൽ എല്ലാത്തിനും വാല്യൂ കാണണം, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇത് കുറച്ച് ടഫുള്ള ക്വസ്റ്റ്യനാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, പിന്നെ അടുത്തതും ഒരു പ്രോബ്ലമാണ്. ഇത് ഇടയിൽ ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നമുക്കെന്തുണ്ടാവും, നമ്മളെ കോൺഫിഡൻസ് പോവും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ. ഇതിൽ റൂട്ടും ക്യൂബ് റൂട്ടും അതും ഇതൊക്കെ വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അവിടെ ഹിന്ദിയാണല്ലോ വന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ്. താഴെ കൊടുത്തുള്ള 4 ഓപ്ഷന് ഏതാണ് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് കണ്ടുനോക്കാം. ഇതിൽ ഒന്നാമത് സ്പീഡ് ഓഫ് 50 km/h ഈസ് ഈക്വലൻ ടു 15 m/s. അടുത്തത് ദ ഏരിയ ഓഫ് റാംബസ് വിത്ത് ഡയഗണൽസ് ഓഫ് 4 cm and 6 cm ഈസ് 12 cm². ക്യൂബ് റൂട്ട് ഓഫ് 7 to 9 ഈസ് ഗ്രേറ്റർ ദാൻ 4. പിന്നെ അടുത്തത് കോസ്റ്റ് പ്രൈസ് ഓഫ് 10 bananas ഈസ് ദ സെയിം ആസ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് 8 bananas. ദ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഈസ് 25%. ഇതൊക്കെയാണ്. ഇതിൽ ഓരോന്നും കറക്റ്റാണോ നോക്കണം ആദ്യം.
അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. സ്പീഡ് 50 km/h ഈക്വൽ ടു 15 മീറ്റർ പെർ സെക്കൻഡ്. ഈ കിലോമീറ്റർ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് കാണാതെ പഠിക്കേണ്ട ഒരു നമ്പറാണ് 5/18. അതിന് 5/18 ഇൻറ്റു ചെയ്താൽ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 50 ഇൻറ്റു km/h കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാം, കിട്ടുന്ന വാല്യൂ ആണ്. അപ്പോൾ ഇങ്ങനെ തന്നെ കാണാതെ പഠിച്ചു വെക്കണം കേട്ടോ. ഇത് നമുക്ക് ഇത്ര ടഫുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അധികം ഒന്നും ചോദിക്കില്ല. ഇത് ഏറ്റവും ടഫുള്ള 20% ക്വസ്റ്റ്യനിൽ വരുന്ന ക്വസ്റ്റ്യനാണ്. നമുക്ക് കറക്കി കുത്തി പോകാനേ ആ സമയത്ത് കഴിയുള്ളൂ. കാരണം ഇത് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമ്മൾ 5 10 ഒക്കെ പോകും. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ആൻസർ നോക്കാം. ഇത് ജസ്റ്റ് ഇൻറ്റു ചെയ്താൽ എത്ര കിട്ടുക, 50 × 5 250 ഹരിക്കണം 18 എത്രയാണ് കിട്ടുന്നത്? ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. ഓക്കെ 13 എടുക്കാം നമുക്ക്. 13. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ 13 കിട്ടിയാൽ അത് 15 നമ്മൾ ക്വസ്റ്റ്യനിൽ വന്നുള്ളത്. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ എ എന്ന് തെറ്റാണ്. അപ്പോൾ എ ഇല്ലാത്ത ഓപ്ഷൻ ഏതൊക്കെയാണ് നോക്കുക. ഇതിൽ ഏതെങ്കിലും എ ഇല്ലാത്ത ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് എന്താണ്, അതേ കാരം കറക്റ്റ്. അപ്പോൾ എ ഇല്ലാത്ത 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒന്ന് 3, 2ഉം ഒന്ന് 3ഉമാണ്. ഇതിൽ ഒന്നെങ്കിൽ BD ആയിരിക്കും അല്ലെങ്കിൽ BCD ആയിരിക്കും. അപ്പോൾ C കറക്റ്റാണോ നോക്കിയാൽ മറ്റേത് കറക്റ്റാണോ നമുക്ക് അറിയാൻ പറ്റും. ഏതായാലും നമുക്ക് ഓർഡർ തന്നെ പോവാം. രണ്ടാമത്തത്, a area of rhombus with diagonals of 4 cm and 6 cm equal to 20 centimeter square. ഇത് റോംബസ്. ഇത് ചെയ്യണ സമയത്ത് ഇതിനൊരു ഇക്വേഷൻ പഠിക്കാണ്ട്. മാത്തമാറ്റിക്സിൽ വരുന്ന ഇക്വേഷൻസ് ആണ്. ഇക്വേഷൻ ഓക്കെ. അപ്പോൾ ഒരു റോംബസിൻ്റെ ഏതൊക്കെ വാല്യൂ പറഞ്ഞത്, ഡയഗണൽസിൻ്റെ ഒരു സൈഡ് 4 സെൻറ്റിമീറ്ററും അടുത്തത് 6 സെൻറ്റിമീറ്ററും ആണെങ്കിൽ അതിൻ്റെ ഏരിയ വരുന്നത് 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. റോംബസ് എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയുള്ളൊരു ഷേപ്പാണ്. ഇങ്ങനെയാണ് റോംബസ് എന്ന് പറയുക. അതായത് ഈ ഷേപ്പ്, ഒരു സൈഡ് എത്രയാണ് പറഞ്ഞത് 4ഉം മറ്റൊന്ന് 6ഉം, 4 6 ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഏരിയ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഏരിയ ഈക്വൽ ടു 1/2 ഇൻറ്റു ഡി, ഒന്നാമത്തെ ഏരിയ D1 ഇൻറ്റു D2. ഓക്കെ. അപ്പോൾ ഇതിൽ എന്താണ്, ഫസ്റ്റ് 4 അല്ലേ, 1/2 ഇൻറ്റു റോംബസിൻ്റെ ഇക്വേഷൻ ഏതാണ്. റോംബസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇക്വേഷൻ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടില്ല. ഇതിങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. 1/2 ഇൻറ്റു D1 ഇൻറ്റു D2. D1 എന്ന് പറഞ്ഞാൽ ഒരു സൈഡ്, D2 മറ്റേ സൈഡ്. അപ്പോൾ 12 ഇൻറ്റു എത്രയൊക്കെയാണുള്ളത്, 4ഉം 6ഉം അല്ലേ, 4 6 4 ഇൻറ്റു 6. അപ്പോൾ ഇത് കറക്റ്റാണ് നോക്കാം. 4 ഇൻറ്റു 1/2 അപ്പോൾ 2 ഇൻറ്റു 6 ഇൻറ്റു 2 12. ഇപ്പോൾ ഇത് കറക്റ്റാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ ബി കറക്റ്റാണെങ്കിൽ എല്ലാത്തിലും 2 ഓപ്ഷൻ ബി ഉണ്ട്. 2ഓ 3ഓ ആയിരിക്കാം. ഇനി നമുക്ക് ഓപ്ഷൻ സി നോക്കാം. ഓപ്ഷൻ സി കുറച്ച് ക്യൂബ് റൂട്ട് ഓഫ് (7 to 9) ഈസ് ഇത്
ഈ വാല്യൂ 3-നേക്കാൾ വലുതാണ്, ഈസ് ഗ്രേറ്റർ ദാൻ 4 ഗ്രേറ്റർ ദാൻ 4. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഈ ഉള്ളിലുള്ള ഗ്രേറ്റർ ദാൻ 4. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ റൂട്ട് ഓഫ് 7 to 9 എത്രയെന്ന് കണ്ടെത്താം. റൂട്ട് ഓഫ് 7 to 9 റൂട്ട് ഓഫ് 7 to 9 എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു എത്ര കിട്ടുക, ഒരു 27 × 27 എന്ത് 729 എന്ന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റൂട്ട് ഒഴിവാക്കി കഴിഞ്ഞാലുള്ള വാല്യൂ 27 കിട്ടുക. ഓക്കെ, അങ്ങനെ അത് കാണാനുള്ള ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, റൂട്ട് ഒഴിവാക്കാനുള്ള ഇക്വേഷൻ അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ ഇക്വേഷൻ അവിടെ പോയി. സാധാരണഗതിയിൽ നമ്മൾ ചെയ്യൽ ഏതെങ്കിലും ഒരു വാല്യൂ എടുത്തിട്ട് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ടാണ് അത് റൂള് സാധാരണ കാണൽ. ഓക്കെ, അപ്പോൾ അത് നോക്കിയിട്ട് പറഞ്ഞുതരാം. കാരണം സാധാരണ ഇപ്പോൾ ഒരു 15 ആണെങ്കിൽ 15 × 15 അങ്ങനെ വെച്ചിട്ടാണ് എന്ത് ചെയ്യാം ഇതിൻ്റെ റൂട്ട് കാണൽ. സാധാരണഗതി നമ്മൾ ഒരു സംഖ്യ വരെ കാണാതെ പഠിച്ചു വെക്കാറൊക്കെ ഉണ്ട്. അത് ഞാൻ നോക്കിയിട്ട് എന്ത് ചെയ്യാം പറഞ്ഞുതരാം. റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത് സാധാരണ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വാല്യൂ എടുത്തു, ഇപ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂ എടുത്തു, ഒരു 50 അല്ലെങ്കിൽ ഒരു 25 എടുത്തിട്ട് അതിനെ 2 കൊണ്ട് ഗുണിക്കുക, 25 × 25. അപ്പോൾ നമ്മൾ ഏകദേശം ഇതിൻ്റെ അടുത്ത് എത്തുന്നുണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത വാല്യൂ എടുക്കുക. അങ്ങനെ 27 എടുത്തിട്ട് × 2 ഇവിടെ ചെയ്തിട്ടുള്ളത്. അത് മാറ്റാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, ഞാൻ മറന്നുപോയതാണ്, അത് നോക്കിയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അത് അടുത്ത ക്ലാസ് പറഞ്ഞുതരാം. 27 × 27 ശരിക്ക് എന്ത് 729ൻ്റെ റൂട്ട് വാല്യൂ വരുന്നത്. അപ്പോൾ അത് 27. ഓക്കെ, 27 ഇരട്ടിയാണ് എന്ത് ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യും 27 കിട്ടി. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഈ 27 വീണ്ടും എന്താണ് 3 കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 27 എന്ന് പറഞ്ഞാൽ ഇതിനെ 3 എന്തോ ഒരു സംഖ്യയെ 3 പ്രാവശ്യം ഗുണിക്കുമ്പോഴാണ് 27 കിട്ടുക. ഇവിടെ നമ്മൾ 79 ഉണ്ടല്ലോ, എന്തോ ഒരു സംഖ്യയെ 2 പ്രാവശ്യം ഗുണിക്കുമ്പോഴാണ് 729 കിട്ടുക, അങ്ങനെയാണ് വരിക. ഇതിന് 3 പ്രാവശ്യം, അപ്പോൾ 3 × 3 × 3 27 എന്ന് പറയുന്നത്. 3 3 9, 9 × 9 3 27, 9 × 2 27. ഓക്കെ, 3 3 3 3 × 3 9, 9 × 3 27, 9 18 27. അപ്പോൾ 3 ഇതിൻ്റെ ആൻസർ കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ എത്ര 3 കിട്ടി. അപ്പോൾ ഗ്രേറ്റർ ദാൻ 4, 3 ഈസ് ഗ്രേറ്റർ ദാൻ 4. അപ്പോൾ അത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ 3 ഈസ് ഗ്രേറ്റർ ദാൻ 4 ഉള്ളത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ദ കോസ്റ്റ് ഓഫ് ബനാനാസ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി, സി തെറ്റാണ്, എ തെറ്റാണ്.
സിയും എയും തെറ്റാണെങ്കിൽ പിന്നുള്ളത് നമുക്ക് 3 ഓപ്ഷനാണ്. എയും ഇല്ല, സിയും ഇല്ല. അപ്പോൾ ഒന്നെങ്കിൽ ബിയും ഡിയും ആയിരിക്കും, അല്ലെങ്കിൽ എ സി ഡി ആയിരിക്കും. അതിൽ സി തെറ്റാണ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഓപ്ഷൻ ശരിക്കും വരിക ബിയും ഡിയും ആണ്. നമുക്ക് 4ാമത്തെ ഓപ്ഷൻ കൂടെ നോക്കാം എങ്ങനെ ചെയ്യാന്നുള്ളത്. 10 ബനാന എന്താണ്? 10 ദ പ്രൈസ് ഓഫ് 10 ബനാനാസ് ഈസ് ദ സെയിം ആസ് സെല്ലിംഗ് പ്രൈസ് ഓഫ് 8 ബനാനാസ്. ഒരു 10 ബനാന വാങ്ങാനുള്ള പൈസയും 8 ബനാന വിൽക്കാനുള്ള പൈസയും ഒരു ഈക്വലാണ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് 25%. അപ്പോൾ ഇത് കറക്റ്റാണോ നോക്കണം. ഓക്കെ, അപ്പോൾ ഒരു ബനാനൻ്റെ പ്രൈസ് ഏകദേശം എടുക്കുകയാണെങ്കിൽ ഒരു ബനാനയ്ക്ക് നമുക്ക് ഒരു കോസ്റ്റ് പ്രൈസ് പറഞ്ഞാൽ നമുക്കത് ചിലവാകുന്ന പ്രൈസിനാണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയാം. സെല്ലിംഗ് പ്രൈസ് പറഞ്ഞാൽ അത് നമ്മൾ വിൽക്കുന്ന പ്രൈസിനാണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയാം. ഒരു ബനാനയ്ക്ക് നമുക്കൊരു 1 രൂപ വെച്ചിട്ട് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഒരു ബനാനയ്ക്കൊരു ഇപ്പോൾ കോസ്റ്റ് പ്രൈസ് 10 ബനാന, 10 പഴം, ഒരു ബനാനയ്ക്ക് 1 രൂപയാണെങ്കിൽ 10 ബനാനയ്ക്ക് 10 രൂപയായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 സെല്ലിംഗ് പ്രൈസ് 8 ബനാന എന്ന് പറഞ്ഞാൽ 10 റുപ്യാണ്. 10 ബനാനയുടെ സെല്ലിംഗ് പ്രൈസ് ഇവിടെ 10 റുപ്യാണ്. 8 ബനാനയുടെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 10 രൂപയാണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ബനാനയുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞത് 10 ഹരിക്കണം 8 ആയിരിക്കും അല്ലേ? 10 ഹരിക്കണം 8, അതായത് 10 ആണ്. 10 ബനാന വിറ്റു, 10 ബനാനയാണ് കോസ്റ്റ് പ്രൈസ്. 8 ബനാനയുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 8 ആണ് വരിക. അപ്പോൾ 10 ഹരിക്കണം 8, 10 ഹരിക്കണം 8 വരുമ്പോൾ ഒരു 1 പോയിൻറ്റ് സംതിങ് കിട്ടും. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും കാൽക്കുലേറ്റ് ചെയ്യൽ സെല്ലിംഗ് പ്രൈസ് മൈനസ് എന്താണ് കോസ്റ്റ് പ്രൈസാണ് ബൈ സെല്ലിംഗ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് ഇത് കറക്റ്റ് 10 ഹരിക്കണം 8 എത്രയാണ്? ഒരു 8 പിന്നെ എത്ര? 2.0 16 എത്രയാ? 4 അല്ലേ? അപ്പോൾ 5. ഓക്കെ, 25. ഓക്കെ, അത് കറക്റ്റായിട്ട് കിട്ടണം, എന്നാലേ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. സെല്ലിംഗ് പ്രൈസ് പറഞ്ഞാൽ അപ്പോൾ എത്രയാണ്? 1.25 ആണ്. ഒരു 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 പഴം നമ്മൾ 1.25 വിറ്റു. കോസ്റ്റ് വരുന്നത് 1 രൂപയാണ്. അപ്പോൾ 1 ഹരിക്കണം അപ്പോൾ എത്രയാ? 0.25 ബൈ 1. ഓക്കെ, ഇൻറ്റു ഇതിനൊരു 100 കൂടി ഉണ്ട് കേട്ടോ. ഇൻറ്റു 100 സാധാരണ ഇത് ചെയ്യുന്ന സമയത്ത് 100 കൊണ്ട് ഗുണിക്കും. ഇൻറ്റു 100. അപ്പോൾ നമുക്ക് 25/1 കിട്ടും. 25/1 എന്ന് പറഞ്ഞാൽ 25 തന്നെയാണ്. ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. 25 എങ്ങനെ? 25 നമുക്കിവിടെ ഹരിച്ചപ്പോൾ നമുക്ക് 1.25 കിട്ടിയില്ലേ സെല്ലിംഗ് പ്രൈസ്. അതിൽ നിന്ന് നമ്മൾ 1.25 1 കുറച്ചു, അപ്പോൾ 2.5 കിട്ടി. ഹരിക്കണം 1 ഇൻറ്റു 100. ഈ 100 കൊണ്ട് 2.5നെ ഗുണിക്കുന്ന സമയത്ത് നമുക്ക് 25 കിട്ടും ബൈ 1. അപ്പോൾ 25/1 എന്ന് പറഞ്ഞാൽ 25 തന്നെ, 25%. അപ്പോൾ അങ്ങനെയാണ് അത് ആൻസർ വരുന്നത്. ഓക്കെ, സാധാരണ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷന് പോയിട്ട് കറക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇതെല്ലാ പ്രോബ്ലം ചെയ്ത് നോക്കേണ്ടി വരും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലമെങ്കിലും ചെയ്ത് നോക്കേണ്ടി വരും, എന്നാലേ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇത് ചിലപ്പോൾ ഒരുപാട് സമയമെടുക്കും ഈ പ്രോബ്ലം ചെയ്യാൻ. ചില ആൾക്കാർക്ക് മാത്സ് വലിയ ഇഷ്ടമായിരിക്കും, അങ്ങനെയുള്ള ആൾക്കാർക്ക് ചെയ്യാം. പക്ഷേ ഇതെന്ത് ചെയ്യരുത്, ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ ചെയ്യാൻ ശ്രമിക്കരുത്. ആദ്യം നിങ്ങൾ ഒരു റൗണ്ട് പോയി വരിക, എല്ലാ ചോദ്യങ്ങളും എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ ആൻസർ ചെയ്തിട്ട് 150 ചോദ്യങ്ങളും പോയി ആൻസർ ചെയ്തതിന് ശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടി
റൗണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എക്സാം എഴുതേണ്ടത്. എന്നാൽ മാത്രമേ നെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ ആദ്യം ടഫുള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് ആദ്യം എളുപ്പമുള്ളതൊക്കെ എഴുതി വരാം. എന്നിട്ട് ആദ്യം മുതൽ ഒന്നും കൂടെ തുടങ്ങാം. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഏകദേശം ഇതിൻ്റെ സാധ്യതകളൊക്കെ വെച്ചിട്ട് ഓപ്ഷനിലേക്ക് ഇങ്ങനെ നോക്കുക. ഓപ്ഷനിൽ ഏത് ഒഴിവാക്കിയാലാണ് കറക്റ്റ്. ഇപ്പോൾ ബിയും ഡിയും മാത്രമാണ്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ എയും സിയും കറക്റ്റാണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. എ ഇല്ലെങ്കിൽ നമുക്കിത് ബാക്കി രണ്ടും ഒഴിവാക്കാം. ഇനി സി ഇല്ലെങ്കിൽ നമുക്കിതൊക്കെ ഒഴിവാക്കാം. അപ്പോൾ സി മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് കറക്റ്റ് ആൻസർക്ക് എത്താൻ പറ്റും. സി ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, കുറച്ച് ബുദ്ധിപരമായിട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യണം. അപ്പോൾ ഇത്രയാണുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.